അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാവും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ബറക്കത്ത് കരസ്ഥമാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണ്. ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബഹുമാനിച്ച മാസമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ആദരിച്ച മാസമാണ്. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജ മാസത്തിനെ കുറിച്ച് നാം പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസം കടന്നു വന്നാൽ നാം ചെല്ലേണ്ട ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, അതുപോലെ തന്നെ തസ്ബീഹുകളുണ്ട്. അതും ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെയേറെ പോരിശകൾ നിറഞ്ഞതാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ആരിഫീങ്ങൾ അവരെ കിതാബുകളിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 10 ബഹുമാനങ്ങൾ കൊടുക്കുമെന്ന് വലിയ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ മാസത്തിനെ ബഹുമാനിച്ചാൽ ഒന്നാമത് നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്നറിയോ? ആയുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് നൽകുമെന്നുള്ളതാണ്. എന്താണ് ഈ ആയുസിൽ ബറക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാല്? ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, 70 കൊല്ലവും 100 കൊല്ലമൊക്കെ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ 20 കൊല്ലായിട്ടുണ്ടാവും കട്ടിൽ കടന്നിട്ട് എണീക്കാൻ കഴിയൂല. അങ്ങനത്തെ ഒരു ആയുസ് ഉണ്ടായിട്ട് യാതൊരു കാര്യമല്ല. ഒരു 60 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നിത്യരോഗിയായി മാറുകയാണ്. പിന്നെ 100 വയസ്സ് വരെ ജീവിച്ചാലും അത് ബറക്കത്തില്ലാത്ത ഒരു ആയുസാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്തോളം ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കാലം തന്നിട്ടുണ്ടോ ആ കാലം ആരോഗ്യത്തോടുകൂടെ ഒരാളുടെയും സഹായമില്ലാതെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ആയുസിൽ ബറക്കത്ത്. ആ ആയുസിൽ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിനെ ബഹുമാനിച്ചാൽ നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം സമ്പത്തിൽ വർധനവാണ്. ഏതൊരു മനുഷ്യനും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ആഗ്രഹിക്കും. സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി പല ആളുകളും നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ ആദ്യത്തെ 10 ദിവസത്തിനെ ബഹുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമ്പത്തിൽ വർധനവ് കൊടുക്കുകയാണ്. ജോലിയിലൊക്കെ സാലറിയിലൊക്കെ അല്ലാഹു വർധനവ് കൊടുക്കുകയാണ്. മൂന്നാമത്തെ അനുഗ്രഹം കുടുംബത്തിൽ അല്ലാഹു സംരക്ഷണം നൽകുമെന്നുള്ളതാണ്. നമ്മളെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന മക്കളാണ്, മദ്രസയിലേക്ക് പോകുന്ന മക്കളാണ്, കോളേജിലേക്ക് പോകുന്ന മക്കളാണ്, നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. നമ്മളെ ഭാര്യയും മക്കളും മാതാപിതാക്കളൊക്കെ വീട്ടിൽ ഒറ്റക്കാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുടുംബത്തിന് സംരക്ഷണം നൽകും ഈ മാസത്തിനെ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ. അഥവാ ഈ മാസത്തിൽ ഒരു തെറ്റും കുറ്റവും ചെയ്യാതെ ഇബാദത്തിലായി നമ്മൾ മുഴുകണം. എന്നാലേ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നാലാമത് ലഭിക്കുന്ന അനുഗ്രഹം നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പ് നൽകുമെന്നുള്ളതാണ്. നമ്മളെ ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും മനഃപൂർവ്വമായും ഒക്കെ നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ആ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസങ്ങളുടെ മഹത്വം കൊണ്ട് മാപ്പ് നൽകുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മൾ ബഹുമാനിക്കണം. ദുൽഹിജ്ജ മാസം കാണാൻ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അഞ്ചാമത് നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം, നാം ഒരു അമല് ചെയ്താൽ, ഒരു സൽക്കർമ്മം ചെയ്താൽ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ, ഒരു സുന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സാധാരണ ദിവസങ്ങളിൽ നൽകുന്ന പ്രതിഫലത്തിനേക്കാൾ ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജ മാസത്തിൽ നൽകുമെന്നുള്ളതാണ്. ആറാമത് ലഭിക്കുന്നത് എന്താണ്? മരണസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനയിൽ ഇളവ് നൽകുകയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് മരണവേദനയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസ്റായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയാണ്, യാ അസ്റായീൽ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് ചെറിയ വേദന കണ്ടിട്ടോ.
ആരാ പറയുന്നത്? അള്ളാന്റെ റസൂലാ പറയുന്നത്. ആ സമയത്ത് അസ്രായിൽ അലൈഹിസ്സലാം നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങളെ റൂഹിനെ, ആത്മാവിനെ ഞാൻ പിടിക്കുന്നത് വെണ്ണയിൽപ്പെട്ട നൂല് വലിച്ചെടുക്കുന്നത് പോലെ നൈസായിട്ടാണ് വലിച്ചെടുക്കുന്നത്. ആ സമയത്ത് റസൂലുള്ള ചോദിച്ചു, എന്റെ ഉമ്മത്തീങ്ങളുടെ റൂഹ് എങ്ങനെയാണ് പിടിക്കുക? ആ സമയത്ത് അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, മുള്ളിൻ കൂട്ടത്തിൽപ്പെട്ട വസ്ത്രം വലിച്ചെടുക്കുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, മുള്ളിൻ കൂട്ടത്തിൽ ഒരു വസ്ത്രം, നമ്മളെ ഷർട്ട്, നമ്മളെ തുണിയൊക്കെ അകപ്പെട്ടാൽ നമ്മളതിനെ വലിച്ചെടുക്കുമ്പോൾ കീറി പറഞ്ഞല്ലേ പോരുക. ആ രൂപത്തിലാണത്രേ നമ്മളെ ആത്മാവിനെ അസ്രായിൽ അലൈഹിസ്സലാം പിടിക്കുക എന്ന് മുത്തുനബിയോട് പറയാണ്. എന്നാൽ ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിനെ നമ്മൾ ആദരിച്ചാൽ, ബഹുമാനിച്ചു കഴിഞ്ഞാൽ, മരണവേദനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകുകയാണ്. അതുപോലെ തന്നെ ഖബറിൽ വെളിച്ചം നൽകും. ഖബർ എന്ന് പറയുന്നത് ഇരുട്ടിന്റെ വീടാണ്. ബൈത്തുൽ അത് ഇരുട്ടിന്റെ വീടാണ്. ഖബറിൽ മക്കള് 500ന്റെ പവറുള്ള ബൾബ് കത്തിക്കാറില്ല, എമർജൻസി കത്തിക്കാറില്ല. അതുപോലെയുള്ള ലൈറ്റുകളൊന്നും നമ്മളെ മക്കള് ഖബറിലേക്ക് ഇറക്കി വെക്കൂല, അതിനാരും സമ്മതിക്കൂല. അപ്പൊ ഖബർ ഇരുട്ടുള്ളതാണ്. എന്നാൽ നമ്മളെ ഖബർ മൂടിക്കഴിഞ്ഞാൽ ആ ഖബർ ഇങ്ങനെ പ്രകാശിക്കും. ഖബറിലും നമ്മൾക്ക് സന്തോഷത്തോടുകൂടെ ആ വെളിച്ചത്തിൽ ഇരിക്കണമെങ്കിൽ ഈ മാസത്തിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഹ്ശറയിൽ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നന്മ തിന്മ തൂക്കുന്ന സമയത്ത് നന്മ കനം തൂങ്ങുകയാണ്. നമ്മൾ ലോകത്ത് ചെയ്ത നന്മയും തിന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കും, ഒരു തുലാസിലിട്ട് തൂക്കും. ആ സമയത്ത് നന്മ കൂടിയാൽ നമ്മൾക്ക് സ്വർഗത്തേക്ക് പോകാം, തിന്മയാണ് കനം തൂങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് നരകത്തേക്കും പോകാം. പക്ഷെ ഈ മാസത്തിനെ ബഹുമാനിച്ചാൽ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നന്മ കനം തൂങ്ങുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാമത് നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം, ജീവിതത്തിൽ വലിയ വിജയം അല്ലാഹു നൽകുമെന്നുള്ളതാണ്. ദുനിയാവിലും വിജയം നൽകും, ആഖിറത്തിലും വിജയം നൽകും. എത്ര ആളുകളാണ് പരാജയപ്പെട്ട് നടക്കുന്നത്? കച്ചവടം തുടങ്ങി, അവിടെ പരാജയമാണ്. മക്കളെ വിഷയത്തിൽ അവിടെ പരാജയമാണ്. ജോലിയുടെ വിഷയത്തിൽ പരാജയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പരാജയമാണ്. ഈ മാസത്തിനൊന്ന് ബഹുമാനിച്ചു നോക്ക്, ഈ മാസത്തിനെ, ദുൽഹജ്ജ് മാസത്തിനൊന്ന് ആദരിച്ചു നോക്ക്. നിനക്ക് എവിടെയും വിജയിക്കാം. ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ വിജയത്തിന്റെ ആഴത്തിലേക്ക് നിനക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. 9ാമത് നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം, വലിയ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, വലിയ ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നാം ആഗ്രഹിക്കാത്ത തന്നെ പല സ്ഥാനങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് ഈ മാസത്തിന്റെ മറ്റൊരു പവർ. അല്ലാഹു ഈ മാസത്തിനെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ കൂടുതലായി അധികരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഫക്തിറൂ ഫീഹിന്ന മിനത് തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീലി വത്തക്ബീർ. തക്ബീറുകൾ അധികരിപ്പിക്കുക, തഹ്ലീലുകൾ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ തഹ്മീദുകൾ, ഹംദുകൾ അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടുതലായി പറയണം, അല്ലാഹു അക്ബർ എന്ന് കൂടുതലായി പറയണം. ദുൽഹിജ്ജ മാസം കണ്ടു എന്നറിഞ്ഞാൽ തന്നെ ധാരാളം തക്ബീറുകൾ ചെല്ലുക, ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുക, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന് ധാരാളം പറയുക. ഇതെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്ർ ധാരാളം നമ്മൾ പറയണം. ദുൽഹിജ്ജ മാസം കണ്ടു എന്നറിഞ്ഞാൽ തന്നെ ഈ ദിക്ർ അങ്ങ് തുടങ്ങിക്കോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ ദിക്റിൽ തസ്ബീഹ് ഉണ്ട്, ഈ ദിക്റിൽ തഹ്മീദ് ഉണ്ട്, ഹംദ് ഉണ്ട്, ഈ ദിക്റിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, ഈ ദിക്റിൽ അല്ലാഹു അക്ബർ ഉണ്ട്. ഈ പവിത്രമായ എല്ലാ ദിക്റുകളും ഒരുമിച്ച് കൂടിയ ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് ധാരാളം പറയുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഉളുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. വലിയ പെരുന്നാളിന് ഉളുഹിയ്യത്ത് അറുക്കുക. കഴിയുന്ന ആളുകളൊക്കെ ഉളുഹിയ്യത്ത് അറുക്കണം. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ഉളുഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ട് അവൻ ഉളുഹിയ്യത്ത് അറുത്തിട്ടില്ലെങ്കിൽ അവൻ പെരുന്നാൾ നിസ്കാരത്തിന് വരണ്ട. പെരുന്നാൾ നിസ്കാരത്തിനേക്കായി ഒക്കെ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഉളുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. കഴിയുന്ന ആളുകളൊക്കെ ഉളുഹിയ്യത്ത് അറുക്കണം. ഒരാൾക്ക് കഴിയില്ലെങ്കിൽ 2 ആൾ കൂടി അറുക്കാം, 3 ആൾ കൂടി പാർട്ട്ണറായിട്ട് അറുക്കാം, 4 ആൾ കൂടി അറുക്കാം, 5 ആൾ കൂടി അറുക്കാം, 7 ആൾ കൂടി അറുക്കാം, 7 ആൾ കൂടി വരെ അറുക്കാം. 10 ആളും 20 ആളൊന്നും കൂടാൻ പറ്റൂല. 7 ആൾ വരെ ഒരു മൂരിയെ, ഒരു പോത്തിനെ വാങ്ങി അറുക്കാവുന്നതാണ്. ആടിൽ അങ്ങനെ പറ്റൂല, ആടിൽ ഒരാളെ പറ്റുള്ളൂ. പക്ഷെ പോത്തും മൂരിയൊക്കെ ആണെങ്കിൽ 2 ആളും 3 ആളും 4 ആളും 5 ആൾ
ആളും 6 ആളും 7 ആളും ഷെയർ ഇട്ട് അറുക്കാവുന്നതാണ്. അങ്ങനെ ഉളിഹത്ത് അറുത്ത് കഴിഞ്ഞാൽ എണ്ണമറ്റ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ഉളിഹത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദുൽഹജ്ജ് 10 ആവട്ടെ, ദുൽഹജ്ജ് 5 ആവട്ടെ, 7 ആവട്ടെ, എന്നിട്ട് മൃഗത്തിനെ വാങ്ങാം എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ പാടില്ല. മാസം കണ്ട അപ്പൊ പോയി വാങ്ങിക്കോളുണ്ടോ, അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങി വെക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മൾ അതിനെ അറുക്കുന്നതിന്റെ മുമ്പ് ഭക്ഷണം കൊടുക്കണം, അതിനെ നമ്മൾ സംരക്ഷിക്കണം, അതിനെ നമ്മൾ പോറ്റി വളർത്തണമെന്ന് മഹാന്മാര് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ദുൽഹിജ്ജ 7-ന് പോയിട്ട് വാങ്ങുക, 8-ന് പോയിട്ട് വാങ്ങുക, അതൊക്കെ സുന്നത്തിനെതിരാണ്. അതുപോലെ മൃഗത്തിനെ വാങ്ങുന്ന സമയത്ത് എല്ലാ കൊല്ലം ഞാൻ അറുക്കലുണ്ട്, ഈ കൊല്ലം അറുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്താ വിചാരിക്കുക എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു മോശമായ മൃഗത്തിനെ വാങ്ങാൻ പാടില്ല. നല്ല മൃഗത്തിനെ വാങ്ങണം. രോഗങ്ങളൊന്നും ഇല്ലാത്ത, ചെവിയൊന്നും മുറിഞ്ഞു പോകാത്ത, നല്ല ഒരു മൃഗത്തിനെ, കണ്ണൊന്നും പൊട്ടാത്ത നല്ലൊരു മൃഗത്തിനെ നമ്മൾ വാങ്ങി പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അതിന് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാരെ സഹായിക്കുക, നമ്മളെ അയൽവാസികളെ സഹായിക്കുക, ഇത് ഈ മാസത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പെരുന്നാളാ വരുന്നത്, ഡ്രസ്സ് വാങ്ങാൻ കായില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും, ഡ്രസ്സ് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും, പെരുന്നാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ക്യാഷ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ, നമ്മളെ കൂട്ടുകാരെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ ഹജ്ജിന്റെ പ്രതിഫലമല്ല, നമ്മളെ കൂട്ടുകാരനെ നമ്മൾ സഹായിച്ചാൽ, നമ്മളെ അയൽവാസികളെ നമ്മൾ സഹായിച്ചാൽ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു അമലാണ് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുക. വൽ ഫജ്രി വലയാലിൻ അശ്ർ തുടങ്ങിയ ആ മഹത്തായ സൂറത്തുൽ ഫജ്ർ ധാരാളം പാരായണം ചെയ്യുക. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ ഫജ്ർ, ഒരാൾ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്താൽ ഫീ ലയാലിൽ അശ്ർ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. നമ്മളൊക്കെ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട അടിയങ്ങളാണ്. രാവിലെ എണീറ്റാൽ തന്നെ നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാണ്, ചിന്തിക്കുകയാണ്. കണ്ണുകൊണ്ട്, കാലുകൊണ്ട്, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ടൊക്കെ നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. മറ്റുള്ള ഗീബത്തും നമീമത്തൊക്കെ പറയുന്ന ആളുകൾ, കളവ് പറയുന്ന ആളുകൾ. ആ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കാൻ ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം വൽ ഫജ്രി സൂറത്ത് ഓതുക. അല്ലാഹു അദാല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഈ 10 ദിവസങ്ങൾ നാം ചെയ്യേണ്ട മറ്റൊരു അമലാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുന്ന 10 ദിവസങ്ങളാണ്. മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി ഉസ്താദെ, അറബിയിൽ അറിയില്ല, അറബി പ്രാർത്ഥന പറഞ്ഞു ഉസ്താദെ എന്ന് പറയണ്ട. നിങ്ങൾക്ക് മലയാളത്തിൽ അറിയെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിച്ചോളി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിന് ഇജാബത്ത് നൽകും, അതിന് ഉത്തരം നൽകും. പ്രാർത്ഥനയുടെ മാസമാണ്, പ്രാർത്ഥനയുടെ 10 ദിവസങ്ങളാണ്. ആരും അശ്രദ്ധയിൽ പെട്ടുപോകണ്ട. രാത്രി എണീറ്റ് ദുആ ചെയ്തോ, ദുഹാ നിസ്കരിച്ച് ദുആ ചെയ്തോ, 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്തോ, നിന്റെ പ്രയാസങ്ങള്, നിന്റെ ദുഃഖങ്ങള്, നിന്റെ ബുദ്ധിമുട്ടുകള് അല്ലാഹു അകറ്റിത്തരും. അതിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ ഈ 10 ദിവസങ്ങളിൽ അഥവാ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ കഴിയുന്ന ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കുക. അറഫാ ദിവസം പ്രത്യേകം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ദുൽഹജ്ജ് മാസത്തിലെ ഓരോ ദിവസങ്ങൾക്കും നോമ്പനുഷ്ഠിച്ചാൽ വ്യത്യസ്തങ്ങളായ പ്രതിഫലമുണ്ടെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം. പ്രത്യേകം സുന്നത്തുള്ള ഒരു നോമ്പാണ് ദുൽഹജ്ജ് മാസത്തിലെ നോമ്പ്. അത് കഴിയുന്ന ആളുകളൊക്കെ നോമ്പനുഷ്ഠിക്കുക. ഇന്ന് മാസം കണ്ടാൽ നാം അത്തായം കഴിച്ച് നിയ്യത്ത് വെക്കേണ്ടത് ദുൽഹജ്ജ് മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അറഫാ ദിവസം വരുമ്പോൾ നാളത്തെ അറഫാ ദിവസത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇങ്ങനെയൊക്കെ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ പ്രതിഫലമാണ് നമ്മൾക്ക് നൽകുന്നത്. അല്ലാഹു നോമ്പനുഷ്ഠിക്കാനുള്ള ആഫിയത്തും ആരോഗ്യമൊക്കെ നൽകട്ടെ. ഹജ്ജിന് പോയ ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ മജ്ലിസ് കാണുന്നവരൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ട്. അല്ലാഹു ഇവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാ. ഹജ്ജ് കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാനും പരിപൂർണമായ ഹജ്ജ് ചെയ്യാനും കബൂലിയത്തുള്ള ഹജ്ജ് ചെയ്യാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്കൊക്കെ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനുള്ള സാമ്പത്തികമായ ശേഷി നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, എല്ലാ തടസ്സങ്ങളും നീക്കിത്തരണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ. പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ
അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.